വേങ്ങോട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ കീഴിൽ വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി അനുശോചനവും സർവമത പ്രാർത്ഥനയും സംഘടിപ്പിച്ചു. എം.ആർ. ഷാനവാസിന്റെ നേതൃത്വത്തിൽ നടന്ന അനുശോചനത്തിലും സർവമത പ്രാർത്ഥനയിലും നാട്ടിലെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ളവർ ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി പങ്കെടുത്തു. പാലോട് മുസ്ലിം ചീഫ് ഇമാം ഹുസൈൻ ബാഖവിയുടെ ആമുഖത്തോടുകൂടി ആരംഭിച്ച സർവമത പ്രാർത്ഥനയിൽ തോന്നയ്ക്കൽ സെയ്ദ് അനുശോചനക്കുറിപ്പ് വായിച്ചു. കേരളത്തിലുള്ളവരും മറ്റ് സംസ്ഥാനക്കാരും പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ എത്തിയിരുന്ന വയനാടിന്റെ മുണ്ടക്കയും ചൂരൽമലയും അട്ടമലയും ഇന്ന് അവിടെ കാണാനില്ല. അക്ഷരാർത്ഥത്തിൽ അവിടം ഒലിച്ചുപോയിരിക്കുന്നു. കൂടെ ഇനിയും തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്ര മനുഷ്യജീവനുകളും ഒലിച്ചുപോയി. ദ്രുതഗതിയിലും കുറ്റമറ്റതുമായ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ മരണസംഖ്യ ഇനിയും കൂടുമായിരുന്നു. കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അച്ഛനമ്മമാർ, മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവർ, ഭാര്യയെ, ഭർത്താവിനെ, സഹോദരങ്ങളെ, ബന്ധുക്കളെ, അയൽവാസികളെ നഷ്ടപ്പെട്ടവർ, ജീവന് വേണ്ടി യാചിക്കുന്നവർ എല്ലാം ഒരു ദുസ്വപ്നം പോലെ നമ്മുടെ കൺമുന്നിലുണ്ട്. തുടർന്ന് പാസ്റ്റർ ജബിൻ, ഇമാം നാസറുദ്ദീൻ തദ്വി, മഞ്ചാടിക്കുന്ന് വാമദേവൻ, ലൗലി റാണി, വെമ്പായം അനിൽകുമാർ, കൊയ്ത്തൂർ കൂണം സുന്ദരൻ, വാർഡ് മെമ്പർമാരായ ഗോപകുമാർ, നയന ഷമീർ, സാംസ്കാരിക സമിതി പ്രസിഡന്റ് വേണുനാഥ് തോന്നയ്ക്കൽ, നാട്യഗ്രാമം പ്രസിഡന്റ് സുകുമാരൻ നായർ, തോന്നയ്ക്കൽ സഹകരണ സംഘം പ്രസിഡന്റ് സജയ് കുമാർ, സെക്രട്ടറി ജഗന്നാഥൻ നായർ, DCC മെമ്പർ K. വിജയൻ, ചെമ്പകമംഗലം മണ്ഡലം പ്രസിഡന്റ് ഉദയകുമാരി, ബ്ലോക്ക് സെക്രട്ടറി മഞ്ഞമല ബാബു, പാട്ടം അജിത്, SNDP പ്രസിഡന്റ് ഷിബു, RSP നേതാവ് സന്തോഷ്, ശ്രീരാജൻ കുണ്ടുകുഴി, ശ്രീനാരായണപുരം രാജേഷ്, നേതാജിപുരം പ്രേംകുമാർ, മഞ്ജു, സീമ സുന്ദരൻ, റീന അനിൽ, സുലോചന, ചക്കവിളാകം ശശിധരൻ നായർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഇത് ഇന്നിവിടെ നടന്ന ദുഃഖാചരണവും സർവമത പ്രാർത്ഥനയും ഈ നാടിനെ ഒന്നാകെ ഭയപ്പെടുത്തിക്കൊണ്ട് പ്രകൃതിയുടെ ഒരു താണ്ഡവം വയനാട് നടക്കുകയുണ്ടായി. അവിടെയുള്ള ഒരു ഗ്രാമം ഒന്നുകൂടി ഒലിച്ചുപോയി. അതുപോലെ തന്നെ 700 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ ഇത് കണക്കൊരു ഗ്രാമം ഒലിച്ചുപോയായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഓക്കി വന്നു, നമ്മുടെ സുനാമി വന്നു, നിപ്പ വന്നു, കൊറോണ വന്നു. അപ്പോഴൊന്നും ഇല്ലാത്ത ഒരു രീതിയിലുള്ള വളരെ ഭയാനകമായ ഒരവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് വയനാട്ടിൽ കാണാൻ കഴിഞ്ഞത്. കാരണം ഉറ്റവരും മുഴവരും ഇല്ലാതെ അനാഥരായി അടക്കേണ്ടി ശവസംസ്കാരം ചെയ്യേണ്ടി വന്ന അവസ്ഥ. ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യനെന്നോ പാഴ്സിയെന്നോ എന്ന് വേണ്ട ജാതി മതഭേദമില്ലാതെ അവർക്ക് എല്ലാവരും സർവ്വമത പ്രാർത്ഥനയോടെ അടക്കേണ്ടി വന്നു. ഒരു ഹിന്ദുവിന് ആചാരപ്രകാരം നടക്കുവാനോ, ഒരു മുസൽമാന് ആചാരപ്രകാരം നടക്കുവാനോ, ഒരു ക്രിസ്ത്യാനിക്ക് ആചാരപ്രകാരം നടക്കാനോ അവർ കഴിഞ്ഞില്ല. അവർ കൂട്ടിവെച്ച സമ്പാദ്യങ്ങൾ, ഒട്ടേറെ മോഹങ്ങളും അവർ പ്രതീക്ഷകളും അവിടെ മക്കളെ വളർത്തിക്കൊണ്ടുവന്ന ആഗ്രഹങ്ങളും ഒന്നും സാധിക്കാതെ ഒരു രാത്രി കൊണ്ട് അവർ ഈ ലോകത്ത് നിന്ന് യാത്രയായിപ്പോയി. അവരെ ആ തീരാ ദുഃഖത്തിൽ വേങ്ങോട് പ്രദേശത്തെ നിവാസികളെല്ലാം ഒറ്റക്കെട്ടായി ജാതിയും മതവും വർണ്ണവും വർഗവും മറന്ന് ഒറ്റക്കെട്ടായിട്ടാണ് ഇന്നിവിടെ ഈ സായം സന്ധ്യയിൽ സർവമത പ്രാർത്ഥനയും ദുഃഖാചരണവും സംഘടിപ്പിക്കുകയുണ്ടായത്. എനിക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ. നമ്മുടെ വയനാട്ടിൽ ഉണ്ടായ വൻ ദുരന്തത്തിൽപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും ആബാല വൃദ്ധ ജനങ്ങൾക്കും ആദ്യമേ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഒപ്പം പ്രകൃതിയാണ് ഈശ്വരൻ. പ്രകൃതിക്ക് കോട്ടം സംഭവിച്ചാൽ നമ്മൾ മൊത്തത്തിൽ പാടെ നശിക്കും. അതുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയും കർത്തവ്യവുമാണ്. ഭാരത് ഭൂഷൺ, മംഗലപുരം.